ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വെൽക്കം ബാക്ക് ടു അനദർ ഒരു മൂവി റിവ്യൂ ആണ് സുഹൃത്തുക്കളെ. ഈ പടത്തിന്റെ ട്രെയിലർ വന്നപ്പോഴേ ഞാൻ പറഞ്ഞില്ലയോ, ഇത് ഒരു നടക്ക് പോകുന്നതല്ല എന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞായിരുന്നു. അത് അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. സോ ഗൈസ്, വി ആർ ടോക്കിംഗ് അബൌട്ട് പെഡി മൂവി സുഹൃത്തുക്കളെ. പെഡി മൂവി തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. രാംചരന്റെ സ്പോർട്സ് ഡ്രാമ ആക്ഷൻ മൂവിയാണ് സുഹൃത്തുക്കളെ പെട്ടി. ഉച്ചി ബാബു സന എന്ന് പറയുന്ന ആളാണ് പടം റൈറ്റ് ചെയ്തേക്കുന്നതും ഡയറക്ട് ചെയ്തേക്കുന്നതും. രാംചരൺ, ജാൻവി കപൂർ, ശിവരാജ് കുമാർ, അങ്ങനെ ലോട്ട്സ് ഓഫ് അധികം ക്യാരക്ടേഴ്സും ആൾക്കാരും ഒക്കെയാണ് പടത്തിനകത്ത് വരുന്നത്. എന്റെ പൊന്നളിയാ, അയ്യോ പടത്തിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ, നോർമലി ഒരു സ്പോർട്സ് മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പോർട്സിൽ തന്നെ നിൽക്കുന്ന ഒരു പടമാണല്ലോ നോർമലി. ഇതിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് MS ധോണി കാണാം, ഡങ്കല് കാണാം, പിന്നെ ബാഗ് മിൽഖ ബാഗ് കാണാം, അങ്ങനെ ലോട്ട്സ് ഓഫ് എല്ലാത്തിൻ്റെ കൂടെ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു വെർഷനാണ് നിങ്ങൾക്ക് പെഡിൽ മൂവിയിൽ കാണാൻ പറ്റുന്നത്. ക്രിക്കറ്റിൽ പോകുന്നുണ്ട്, ഗുസ്തി പോകുന്നുണ്ട്, പിന്നെ അതുപോലെ ലാസ്റ്റ് കാലൊക്കെ മുറിച്ചിട്ട് പുള്ളിക്കാരൻ മറ്റേ ഒളിമ്പിക്സിൽ ഓടാൻ പോകുന്നുണ്ട്. എൻ്റെ പൊന്നോ, ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ് ഈ എന്താ പറയുക, പുള്ളിക്കാരൻ്റെ കുറേ കാര്യങ്ങൾ, ഈ പെഡി എന്ന് പറയുന്ന ക്യാരക്ടർ കുറച്ച് ബിൽഡപ്പും കാര്യങ്ങളും, പിന്നെ അതുപോലെ ക്രിക്കറ്റിൻ്റെ കുറേ അങ്ങനെയുള്ള കുറച്ച് ഓവർ ദ ടോപ്പ് എന്നുള്ള കുറേ സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ അതങ്ങനെ പോകുന്നു. പിന്നെ അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് കയറുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഗുസ്തിയുടെ കുറച്ച് കാര്യങ്ങൾ, അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് സാധനങ്ങളാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇവർക്ക് ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഈ ഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐഡന്റിറ്റി ഇല്ലാത്ത ഒരു ഗ്രാമമാണ്. സോ ആ ഗ്രാമത്തിന് വേണ്ടി ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കാനായിട്ട് ഇവർ നടക്കുന്നത്, ലോട്ട്സ് ഓഫ് കാര്യങ്ങൾ കാണിച്ചു പോകുന്നു. രാംചരണ് ഈ പറഞ്ഞ പോലെ ഒരു അവാർഡ് കിട്ടാൻ, നാഷണൽ അവാർഡ് കിട്ടാൻ അങ്ങനെയൊക്കെയുള്ള ട്രൈയിങ്ങിലൊക്കെ ട്രൈ ചെയ്തതായിരിക്കും. പക്ഷെ ആ ട്രൈ വർക്കായിട്ടില്ല. എനിക്ക് പേഴ്സണലി വർക്കായിട്ടില്ല. ഇനി തെലുങ്ക് ആൾക്കാർക്ക് ചിലപ്പോൾ വർക്കാവുമായിരിക്കും, പക്ഷെ മറ്റുള്ള ഭാഷക്കാർ എനിക്ക് തോന്നുന്നില്ല. തമിഴർക്ക് വർക്കാവില്ല, കന്നഡ വർക്കാവില്ല ഇരിക്കണം. എന്തായാലും മല്ലൂസിന് വർക്കാവത്തുമില്ല. കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾ എന്തായാലും പോയി കാണുന്നെങ്കിൽ കാണുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇവിടെ ക്രിക്കറ്റിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് കുറേ സാധനങ്ങൾ കാണിച്ചു വെച്ചിട്ടുണ്ട്. അത് സീരിയസ്ലി അത് ഇറ്റ്സ് അൺസൈക്കബിൾ ആണ്. ഞാൻ അന്നേ പറഞ്ഞില്ലയോ, എനിക്ക് ഈ പടം പാൻ ഇന്ത്യ എന്ന് കേട്ടപ്പോഴേ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. ട്രെയിലറോടെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഏകദേശം ഉറപ്പായിരുന്നു ഇത് ഒരു നിലയ്ക്ക് പോകത്തില്ല എന്നുള്ളത്. അപ്പം ഈ പറഞ്ഞ പോലെ താല്പര്യമുള്ളവർ പോയി കാണുക, ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ വർക്കാകുമായിരിക്കും. എനിക്ക് വർക്കായില്ല. പിന്നെ അതുപോലെ എടുത്ത് പറഞ്ഞ ഒരാൾ റഹ്മാനാണ് ഇതിനകത്ത് മ്യൂസിക് ചെയ്തേക്കുന്നത്. ഇവിടെ സത്യം പറയാം, റഹ്മാനാണ് ചെയ്തതെന്ന് നമുക്ക് തോന്നൂലടേ. കാരണം പുള്ളിയുടെ ഒരു എന്താ പറയാ, ഒരു സാധനങ്ങളും കിട്ടിയിട്ടില്ല അതിനകത്ത് തോന്നുന്നു. വെറുതെ ജാൻവി കപൂർ പിന്നെ പറയണ്ട, അത് ഞാൻ അന്നേ പറഞ്ഞായിരുന്നു, അത് വെറുതെ ആണ്. അത് മറ്റേ ഈ എന്താ പറയുക, മറ്റേ പുഷ്പക്കകത്ത് ശ്രീവല്ലിയെ കൊണ്ടുവന്നില്ലേ എന്ന് പറയുന്നത് പോലെ വെറുതെ ഒരു സാധനം. അതിൻ്റെ ഇടയ്ക്ക് കൂടെ കുറച്ച് റൊമാൻറ്റിക് ട്രാക്കുകളും കാര്യങ്ങളും, ആവശ്യമില്ലാത്ത കുറച്ച് സാധനങ്ങൾ, അത്രയൊക്കെ ഉള്ളു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ താല്പര്യം ഉണ്ടെങ്കിൽ പോയി കാണുക, ഇല്ലെങ്കിൽ OTT ആകുമ്പം ഓടിച്ചിട്ട് കാണാം, അത്രയൊക്കെ ഉള്ളു. എന്തായാലും ഗ്ലോബൽ സ്റ്റാർ രാംചരൺ. അപ്പോൾ അത്രേ ഉള്ളേ. ബൈ.